ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത പഞ്ഞി പോലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ജാറാണ് എടുക്കുന്നത് അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. ഫ്രിഡ്ജിൽ വെച്ച് മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരമായിട്ട് നമുക്ക് ശർക്കരയും ഉപയോഗിക്കാം. ഇനി നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയും ഉപയോഗിക്കാം. ഇപ്പം ഞാനിത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ സ്പീഡിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. 1/2 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം തിക്കായിട്ടാണ് ബാറ്റർ ഉള്ളതെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണ് എടുക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നന്നായിട്ടൊന്ന് തടവിയെടുക്കുക. ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലും ഡയറക്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇവയൊക്കെ നല്ലതുപോലെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആവി നല്ലതുപോലെ വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. നമ്മുടെ പലഹാരം പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പം ചൂടൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ചൂട് നല്ലതുപോലെ മാറി വന്നതിന് ശേഷം വേണം നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഇളക്കിയിട്ട് കയ്യിലേക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയില്ല. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഒരുപാട് മധുരമൊന്നും കാണില്ല. ഒരു മീഡിയം മധുരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചായയുടെ കൂടെ കഴിക്കാനായാലും കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പെർഫെക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.